അടുത്തതായി, ആദിമ മനുഷ്യൻ എവിടെയാണ് താമസിച്ചിരുന്നത്? അപ്പോൾ അതിന് നമ്മൾ പറയുന്നതിന് മുമ്പ് എന്താണ് ഈ ആർട്ടിഫാക്ട്സ് എന്ന് പറയണം. കാരണം ആർട്ടിഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് മനുഷ്യൻ എവിടെയാണ് താമസിച്ചിരുന്നത് എന്നുള്ളതിന് നമുക്ക് പറയാൻ കഴിയുക. ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ ഉൽപ്പന്നങ്ങളെയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ പണ്ട് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെ അവശിഷ്ടങ്ങളെയാണ് നമ്മളെന്ത് വിളിക്കുക? ആർട്ടിഫാക്ട്സ് എന്ന് പറയുക. മനുഷ്യനിർമ്മിതങ്ങളായി പണ്ട് കാലങ്ങളിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ അവശിഷ്ടങ്ങളെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. മനുഷ്യനിർമ്മിതമായ ഉൽപ്പന്നങ്ങളെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. പണിയായുധങ്ങൾ, ചിത്രങ്ങൾ, പ്രതിമകൾ, കൊത്തുപണികൾ, ഇതൊക്കെ എന്താണ്? ആർട്ടിഫാക്ട്സ് ആണ്. ഇത്തരം വസ്തുക്കളെ വെച്ചിട്ടാണ് നമ്മൾ ഇത് കിട്ടിയതിൻ്റെ ഇത്തരം വസ്തുക്കൾ കിട്ടിയ, അതായത് മനുഷ്യൻ നിർമ്മിച്ച വസ്തുക്കളുടെ അവശിഷ്ടം കിട്ടുന്ന സ്ഥലത്തൊക്കെ മനുഷ്യൻ താമസിച്ചു എന്നല്ല പറയാം. അപ്പോൾ പണിയായുധങ്ങളും ചിത്രങ്ങളും പ്രതിമകളൊക്കെ കിട്ടിയ സാധനങ്ങൾ കിട്ടിയ പോലെയുള്ള വസ്തുക്കൾ കിട്ടിയ സ്ഥലങ്ങളൊക്കെ മനുഷ്യൻ താമസിച്ചിരുന്നതാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് മനുഷ്യൻ്റെ വാസസ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. മനുഷ്യൻ എവിടെയാണ് താമസിച്ചിരുന്നതെന്ന് പറഞ്ഞതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ മനുഷ്യൻ ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ താമസിച്ചിരുന്നു മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കെനിയയിലെ ചില കേന്ദ്രങ്ങൾ, ഇപ്പോൾ കിലോംബെ, ഒളോർഗിസ്ലേ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ശിലാപാലികൾ കൊണ്ടുള്ള ഉപകരണങ്ങളും കൽമഴുവും കുഴിച്ചെടുത്തിട്ടുണ്ട്. സോ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന കൽമഴുവും ശിലാപാളികൾ കൊണ്ടുള്ള ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങളും കിട്ടിയ ഈ സ്ഥലത്ത് മനുഷ്യൻ താമസിച്ചിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. പിന്നെ മറ്റൊന്ന്, ചില സ്ഥലങ്ങളിൽ ഭക്ഷ്യവിഭവങ്ങൾ ധാരാളം കിട്ടുന്ന സ്ഥലമാണ്. നമ്മൾ മനുഷ്യന്മാർ തിന്നാൻ കിട്ടുന്ന സാധനം കൂടുതലുള്ള സ്ഥലത്താണല്ലോ കൂടുതൽ അത്തരം പ്രദേശങ്ങളിൽ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയതിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന കുറേ വസ്തുക്കളുടെ അവശിഷ്ടങ്ങളും കിട്ടിയിട്ടുണ്ട്. സോ മനുഷ്യൻ്റെ ഉപയോഗിച്ചിരുന്ന അവശിഷ്ടം കിട്ടിയ സ്ഥലവും ഭക്ഷണ വിഭവങ്ങൾ ധാരാളം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് മനുഷ്യൻ സ്ഥാപിച്ചിരുന്നത്. പക്ഷേ മനുഷ്യവാസം കുറവുള്ള സ്ഥലങ്ങളിൽ അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ അവശിഷ്ടങ്ങളും കുറവായിരിക്കും. സോ ആർട്ടിഫാക്ട്സ് എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടോ ആ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ്റെ വാസസ്ഥലങ്ങളാണോ അല്ലയോ. അപ്പോൾ ഒരു സ്ഥലത്ത് മനുഷ്യൻ താമസിച്ചിരുന്നോ അല്ലെങ്കിൽ മനുഷ്യവാസ സ്ഥലങ്ങൾ കണ്ടെത്താൻ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ആർട്ടിഫാക്ട്സ് അല്ലെങ്കിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ, അവരുടെ ആയുധങ്ങളാവാം, ആഭരണങ്ങളാവാം, കൊത്തുപണികളാവാം, ചിത്രങ്ങളാവാം, ഇതൊക്കെ ഇതിനെ അടിസ്ഥാനത്തിലാക്കിയിട്ടാണ് ഒരു മനുഷ്യൻ എവിടെയാണ് താമസിച്ചിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഒരേ സ്ഥലത്ത് തന്നെ ഒന്നിലധികം ആൾക്കാർ താമസിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഹോമിനിഡുകളും പ്രിമേറ്റുകളും ഒരേ സ്ഥലത്ത് താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ താമസിച്ചിരുന്നത്? ഇപ്പോൾ ആദിമ ഹോമിനിഡുകളായ ഹോമോ ഹാബിലിസിനെ പോലുള്ള ആൾക്കാർ ഭൂരിഭാഗവും മരത്തിൻ്റെ മുകളിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ ഏകദേശം 4,00,000-നും 1,25,000-നും ഇന്നത്തേൽ നിന്നും ഏകദേശം 4,00,000 വർഷത്തിനും 1,25,000 വർഷങ്ങൾക്ക് ഇടയിൽ മനുഷ്യൻ അവിടേക്ക് വന്നു. ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും താമസിച്ചു. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ താമസിച്ച പ്രധാനപ്പെട്ട ഗുഹകൾ, അവിടെ മനുഷ്യൻ താമസിച്ചിരുന്നത് എങ്ങനെയാണ് പറയുക? ഇപ്പോൾ ഗുഹേൻ്റെ ഉള്ളിൽ തീ കൂട്ടിയതിൻ്റെ, അടുപ്പ് കൂട്ടിയതിൻ്റെ തെളിവുണ്ട്. ഗുഹേൻ്റെ ഉള്ളിൽ ചിത്രം വരച്ചിട്ടുണ്ട്. ഇപ്പോൾ അൾട്ടാമിറ ഗുഹ, സ്പെയിനിലുള്ള ഗുഹ, അവിടേക്കുള്ള ചിത്രങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ താമസിച്ച് വെറുതെ തിരിക്കുമ്പോഴാണല്ലോ വരയ്ക്കിയ ചിത്രങ്ങളൊക്കെ. സോ ഇത്തരം അവസ്ഥയിൽ വെച്ച് മനുഷ്യൻ ഗുഹകളിൽ താമസിച്ചിരുന്നു പറയാം. പ്രധാനപ്പെട്ട 2 ഗുഹകളൊക്കെ പറയുന്നുണ്ട്. അൾട്ടാമിറ ഗുഹ അല്ല ഇവിടെ പറയുന്നത്. ഒന്ന്, അത് എർലി ഹ്യൂമൻ ബീയിങ് താമസിച്ച പ്രധാനപ്പെട്ട 2 ഗുഹകളുടെ പേരുണ്ട്. ദക്ഷിണ ഫ്രാൻസിലെ ലസാററ്റ് ഗുഹ. ഫ്രാൻസിലാണ് ഏത് ഗുഹ ഉള്ളത്? ലസാററ്റ് ഗുഹ ഉള്ളത്. അവിടെ ഒരു 12.4 മീറ്റർ വലുപ്പമുള്ളൊരു താവളം കണ്ടെത്തി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ 2 അടുപ്പുകളും വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ പഴങ്ങൾ, പച്ചക്കറി, ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളും തെളിവുകളും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രാൻസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുഹയാണ്, മറ്റൊരു സൈറ്റാണ് എർലി ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ഗുഹകളിലാണ് താമസിച്ചിരുന്നത് പറഞ്ഞ മറ്റൊരു മരത്തിൻ്റെ മുകളിൽ ഗുഹകൾ. ഇനി ചെറിയ കുടിൽ കെട്ടി താമസിച്ചതിൻ്റെ തെളിവ് കിട്ടിയ സ്ഥലമാണ് ടെറ അമറ്റ. അവിടെ മേൽപ്പുരയുള്ള പുല്ലുമേഞ്ഞ താൽക്കാലിക ആവശ്യത്തിന് പണിയെടുപ്പിച്ച ചെറിയ താവളങ്ങളുടെ തെളിവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ വീടൊന്നും ഇല്ലെങ്കിലും ചെറിയ കുട്ടിപ്പര, നമ്മളൊക്കെ ഉണ്ടാക്കണ മാതിരി കുട്ടിപ്പര. അപ്പോൾ ആദ്യകാല മനുഷ്യൻ മരത്തിൻ്റെ മുകളിൽ താമസിച്ചു, ഗുഹകളിൽ താമസിച്ചു. ഇപ്പോൾ ടെറ അമറ്റയിൽ നിന്ന് കിട്ടിയ മാതിരി ചെറിയ മേൽപ്പുരയുള്ള പുല്ലുമേഞ്ഞ വീടുകളിലും താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, മനുഷ്യൻ്റെ വാസസ്ഥലം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? മനുഷ്യനിർമ്മിത വസ്തുക്കൾ അല്ലെങ്കിൽ ആർട്ടിഫാക്ട്സ് കിട്ടിയ സ്ഥലങ്ങൾ. എന്താണ് ആർട്ടിഫാക്ട്സ്? മനുഷ്യനിർമ്മിത ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്.
പണിയായുധങ്ങൾ, ചിത്രങ്ങൾ, പ്രതിമകൾ, കൊത്തുപണികൾ തുടങ്ങിയവയാണ് എന്ത് വരുന്നത്, ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. സോ അത്തരം ആർട്ടിഫാക്ട്സ് കിട്ടുന്നതിനെ ബേസ് ചെയ്തിട്ട് മനുഷ്യൻ ഇവിടെയൊക്കെ താമസിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റൊന്ന്, എങ്ങനെയാണ് തീയുടെ കണ്ടുപിടുത്തം മനുഷ്യനെ സ്വാധീനിച്ചത് എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. സോ മനുഷ്യ വാസസ്ഥലങ്ങൾ എങ്ങനെ കണ്ടെത്തുന്നത് മനസ്സിലായി. മനുഷ്യൻ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മരത്തിൻ്റെ മുകളിൽ, ഗുഹകൾ, പിന്നെ ചെറിയ മേൽക്കൂരയുള്ള വീട്. ഇനി അടുത്തത്, തീയിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി. ദക്ഷിണാഫ്രിക്കയിലെ ചില സൈറ്റുകളിൽ ശിലാവർണ്ണങ്ങളോടൊപ്പം ചുട്ടെടുത്ത കളിമൺ കഷ്ണങ്ങളും കത്തിക്കരിഞ്ഞ എല്ലുകളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കുറ്റിക്കാട്ടുകൾക്ക് ഓട്ടോമാറ്റിക്കലി കാട്ടുതീ വന്നിട്ടാണോ അഗ്നിപർവ്വതം പൊട്ടിച്ചെറിച്ചിട്ടാണോ തീ ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല. എന്നിരുന്നാലും പല പല സൈറ്റുകളിലും അടുപ്പുകളുടെ തെളിവ്, ഞാൻ നേരത്തെ പറഞ്ഞ ഗുഹയിലൊക്കെ പറഞ്ഞു, തെളിവുകൾ കാട്ടിത്തരുന്നത് ഇവർക്ക് തീയിൻ്റെ ഉപയോഗം അറിയാമായിരുന്നു. തീ എന്തിനൊക്കെയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്? ഇമ്പോർട്ടൻ്റാണ്. തീയുടെ ഉപയോഗം എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന്, ഗുഹേൻ്റെ ഉള്ളിലാവുമ്പോൾ ചൂടും വെളിച്ചവും കിട്ടും. തണുപ്പാണെന്നെങ്കിൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ തീ നമ്മളെ സഹായിക്കും. അതേമാതിരി തണുപ്പാണെങ്കിൽ അത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും. ഒപ്പം ഗുഹയ്ക്കുള്ളിൽ അത് വെളിച്ചവും കൊടുക്കും. പിന്നെ രണ്ടാമത്തെ ഉപയോഗം പാചകത്തിന് വേണ്ടി ഉപയോഗിച്ചു. മൂന്നാമത്തെ ഉപയോഗം മരത്തിനെ ഹാർഡാക്കാൻ, അതായത് ചൂടാക്കി കഴിഞ്ഞാൽ ചില മരങ്ങൾ ഒന്നും കൂടിയും കട്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും, കൂടുതൽ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെൻ നാലാമത്തത്, ശിലകളിൽ നിന്ന് ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തീ ഉപയോഗിച്ച് ശില ചൂടാക്കി കഴിഞ്ഞാൽ ചില ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതേമാതിരി മനുഷ്യനെ ആക്രമിക്കുന്ന ഹിംസ്ര ജന്തുക്കളുണ്ട്, അവയെ ആട്ടി ഓടിക്കാനും തീ ഉപയോഗിച്ചു. ഇപ്പോൾ ജംഗിൾ ബുക്കിലൊക്കെ ഉണ്ടല്ലോ, തീനെ കാണുമ്പോൾ മൃഗങ്ങൾ ഓടുന്ന പരിപാടി. അപ്പോൾ അത്തരത്തിൽ ഗുഹകൾക്ക് ചുറ്റും ചൂടും വെളിച്ചവും കൊടുക്കാനും പാചകം ചെയ്യാനും മരത്തിന് കാഠിന്യം കൂട്ടാനും ശില ഉപകരണങ്ങൾ ഉണ്ടാക്കാനും അതേമാതിരി ജന്തുക്കളെ പേടിച്ച് ഓടിപ്പിക്കാനൊക്കെ മനുഷ്യൻ തീനെ ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത്. സോ ഇപ്പം 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞു, മനുഷ്യവാസ സ്ഥലങ്ങളെ എങ്ങനെയാണ് ആർട്ടിഫാക്ട്സിനെ ബേസ് ചെയ്ത് കണ്ടെത്തുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മനുഷ്യവാസ സ്ഥലങ്ങൾ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക എന്ന് പറഞ്ഞു. ആദ്യം മനുഷ്യൻ ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ എങ്ങനെയൊക്കെയാണ്? മരത്തിൻ്റെ മുകളിൽ, ഗുഹേൻ്റെ പേര് പറഞ്ഞു, അതേമാതിരി കുറ്റിപ്പുരണ്ടാക്കിയ സ്ഥലം. ദെൻ തീയുടെ കണ്ടുപിടുത്തം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം, അല്ലെങ്കിൽ തീ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.